പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക ആശ്വാസം. 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച അമേരിക്ക 5 ദിവസത്തേക്ക് ഇറാനെ ആക്രമിക്കില്ലെന്നാണ് അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സാന്ദ്ര ചേരുന്നുണ്ട്. സാന്ദ്ര, ഏറെ ദിവസമായി തുടങ്ങിയ യുദ്ധമാണ് പശ്ചിമേഷ്യയിൽ. സംഘർഷത്തിന് ഒരയവും വന്നിട്ടില്ല. ഇപ്പോൾ ഇതൊരു താൽക്കാലിക ആശ്വാസം എന്ന നിലയിലാണ് 5 ദിവസത്തെ വെടിനിർത്തൽ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും നമുക്കിപ്പോൾ ഏറ്റവും പുതിയ വിവരം കിട്ടുന്നത് 5 ദിവസത്തേക്കുള്ള ഭാഗമായ വെടിവെപ്പ് നിർത്താനാണ് അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ 5 ദിവസങ്ങളിൽ ഇറാന്റെ ഊർജോൽപാദന കേന്ദ്രങ്ങൾ ആക്രമിക്കില്ലെന്നും അമേരിക്ക പുറത്തു പറയുന്നുണ്ട്. സംഘർഷം അവസാനിപ്പിക്കാനുള്ള ക്രിയാത്മക ചർച്ചകൾ പുരോഗമിക്കുന്നു. ഇസ്രായേൽ അമേരിക്ക സംയുക്ത ആക്രമണം ആരംഭിച്ചത് ഫെബ്രുവരി 28-നായിരുന്നു. ഇതിൽ ഇത്രയും ദിവസത്തോടനുബന്ധിച്ച് ഇപ്പോഴാണ് ട്രംപ് പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. ഇതുവരെ ഇറാനിൽ 2000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഭാഗ്യമായ വെടിനിർത്തലിന് ഇപ്പോൾ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവന്തിക. അതായത് സാന്ദ്ര, നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് ഈ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ചപ്പോൾ ഇറാൻ പിന്തിരിയുമെന്നൊരു ചിന്തയായിരുന്നിരിക്കണം അമേരിക്കയ്ക്ക്. എന്നാൽ ഇറാൻ അതിശക്തമായി തിരിച്ചടിക്കുകയാണ് ഉണ്ടായത്. അവരുടെ സുപ്രധാന നേതാവ് ആയത്തുള്ള ഖമനയെ വധിച്ചതിന് ശേഷമൊക്കെ ഇറാന്റെ വലിയൊരു തിരിച്ചാക്രമണമാണ് നമ്മൾ കണ്ടത്. അതൊക്കെ അമേരിക്കയ്ക്ക് ഒരു തിരിച്ചടി ആയിട്ടില്ലേ? തീർച്ചയായും അമേരിക്കക്ക് അത് വലിയൊരു തിരിച്ചടി തന്നെയായിരുന്നു ഇറാന്റെ തിരിച്ചുള്ള ആക്രമണം. അടുത്ത ആഴ്ച ട്രംപുമായി ചർച്ചകൾ തുടരും എന്നും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. 5 ദിവസത്തേക്കാണ് ഈ വെടിനിർത്തൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അവന്തിക, സാന്ദ്രയാണ് വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക ആശ്വാസമായിരിക്കുകയാണ്. 5 ദിവസത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അമേരിക്ക രംഗത്തെത്തി. 5 ദിവസത്തേക്ക് ഇറാനെ ആക്രമിക്കില്ല എന്നാണ് ഇറാനുമായുള്ള ചർച്ചയിൽ പുരോഗതി എന്നും ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. സാന്ദ്ര, നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ഇറാൻ തിരിച്ച് അമേരിക്ക അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കയുടെ എംബസികളായിരുന്നു ആദ്യം ഇറാന്റെ ലക്ഷ്യം. എന്നാൽ അത് പിന്നീട് ജനവാസ മേഖലയിലേക്ക് മാറുന്നു. എണ്ണപ്പാടങ്ങൾ കേന്ദ്രീകരിച്ച് യുദ്ധം മാറുന്നു. അങ്ങനെ ഈ ദിവസങ്ങൾ നീണ്ടുപോയ ഒരു യുദ്ധത്തിനാണ് ഇന്നൊരു 5 ദിവസത്തേക്ക് ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം എന്ന രീതിയിൽ ഇറാനുമായി അമേരിക്ക സംസാരിച്ച് ഒരു ധാരണയിലെത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത് 5 ദിവസത്തേക്ക് ഇറാന്റെ ഊർജോൽപാദന കേന്ദ്രങ്ങളൊന്നും ആക്രമിക്കില്ല എന്ന് അമേരിക്ക പറയുന്നുണ്ട്. അടുത്ത ആഴ്ച ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നും ട്രംപിന്റെ പുതിയ വിവരങ്ങൾ നമുക്ക് പുറത്തു വിടുന്നുണ്ട്. അതായത് ഈ US-ഉം ഇറാനുമായി കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നടത്തിയ ചർച്ചകളുടെ ഫലമാണിത്. അതായത് ഈ ചർച്ചകളുടെ ഫലമായി ഇറാനിലെ ഊർജ്ജ സംരക്ഷണ പ്ലാന്റുകൾക്കും മറ്റും നടത്തിയ എല്ലാ സൈനിക നടപടികളും 5 ദിവസത്തേക്ക് നിർത്തിവെക്കാനാണ് ട്രംപിന്റെ നിർദ്ദേശം. അതായത് ഈ ഇറാന്റെ ഊർജ്ജ സംരക്ഷണ പ്ലാന്റുകൾക്ക് നേരെയൊക്കെ ആക്രമണം ഉണ്ടായിരുന്നു. ആ സൈനിക നടപടികളെല്ലാം 5 ദിവസത്തേക്ക് നിർത്തിവെക്കാൻ ഇപ്പോൾ പ്രതിരോധ വകുപ്പിനോട് ട്രംപ് നിർദ്ദേശിച്ചതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ആണാവന്തിക, ഒടുവിൽ അവസാനം ട്രംപ് മുട്ടുമടക്കുകയാണ്. യുദ്ധം ആരംഭിച്ച ശേഷം ഇസ്രായേൽ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഇസ്രായേലിന്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന ഡിമോണ, അറാദ് എന്നീ നഗരങ്ങളിൽ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ കൃത്യമായി പതിക്കുകയുണ്ടായിരുന്നു. ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിയാണ് 100 കണക്കിന് കിലോ സ്ഫോടക ശേഷിയുള്ള മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ടായത്. ഇപ്പോൾ ഇത് ഇറാനെ മുട്ടുകുത്തിക്കാമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ മോഹങ്ങൾ തകരുന്ന കാഴ്ചയാണ് ഇന്ന് യുദ്ധഭൂമിയിൽ കാണുന്നത്. സാന്ദ്ര, ഒരു കാര്യം കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അതായത് ഈ ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇറാന് നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെയാണ് ഇപ്പോൾ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഈ 5 ദിവസത്തേക്ക് ഒരു വെടിനിർത്തൽ ലംഘനം കൂടി വന്നിരിക്കുന്നത്. ഇന്നായിരുന്നു ട്രംപ് നൽകിയ അവസാന സമയപരിധി. അതെ, ഇന്ന് തന്നെ ട്രംപിന്റെ അവസാനം ഇറാന്റെ മുന്നിൽ മുട്ടുമടക്കേണ്ട അവസ്ഥയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഉണ്ടായിരിക്കുകയാണ്. അവന്തിക, ഈ ഇറാൻ തീരത്തെയോ ദ്വീപുകളെയോ ആക്രമിച്ചാൽ ഈ ഗൾഫിലെ എല്ലാ ആശയവിനിമയ മാർഗങ്ങളും തകർക്കുമെന്ന് ഇറാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തിയിരുന്നു.
ഉണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഈ അമേരിക്കയുടെ ഭാഗത്തു നിന്നൊക്കെ ഇറാൻ ദ്വീപിലേക്കൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇറാൻ ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അതായത് ഇറാൻ തീരത്തെയോ ദ്വീപുകളെയോ ആക്രമിച്ചാൽ പേർഷ്യൻ ഗൾഫിലെ എല്ലാ ആശയവിനിമയ മാർഗങ്ങളും തകർക്കുമെന്ന് ഇറാന്റെ നാഷണൽ ഡിഫൻസ് കൗൺസിൽ വ്യക്തമാക്കിയിരുന്നു. അതിനിടെയാണ് ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ ഡൊണാൾഡ് ട്രംപ് ഇന്നായിരുന്നു ഇറാന് നൽകിയ സമയപരിധി. ഇന്ന് ഈ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് ഇപ്പോൾ ഇറാനുമായി നടത്തിയ ചർച്ചയിൽ 5 ദിവസത്തേക്ക് ഒരു ആശ്വാസം എന്ന നിലയിൽ 5 ദിവസത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യുദ്ധം തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. പശ്ചിമേഷ്യയിൽ അശാന്തം തന്നെയാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളിലേക്കൊക്കെ US എംബസിയിലേക്കൊക്കെ ഇറാന്റെ ആക്രമണം ഉണ്ടാകുന്നു. തിരിച്ച് പ്രത്യാക്രമണം എന്ന രീതിയിൽ അമേരിക്കയും ഇസ്രയേലും കടുത്ത സൈനിക നടപടി തന്നെയാണ് ഇറാൻമേൽ വർഷിച്ചത്. എന്നാൽ ഇപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസം എന്ന നിലയ്ക്കാണ് ഈ 5 ദിവസത്തേക്ക് ഇറാനെ ആക്രമിക്കില്ല, എടുത്തു പറയണം, ഇറാനെ 5 ദിവസത്തേക്ക് ആക്രമിക്കില്ല എന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. അതെ അവന്തിക, ഈ ആഗോള എണ്ണ വ്യാപാരത്തിന്റെ സിരയായ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഏർപ്പെടുത്തിയിട്ടുള്ള നിയന്ത്രണം അമേരിക്കയെ ശരിക്കും പ്രതിരോധത്തിലാക്കുകയാണ് ഉണ്ടായത്. കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ തകർക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്ക് മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങളെ ചാരമാക്കുകയെന്നാണ് ഇറാൻ ഇപ്പോൾ മറുപടി നൽകിയിട്ടുള്ളത്.